കിളിമീൻ. ഇത് മന്ദംകോരയോ? മന്ദംകോരയെന്ന് നമ്മൾ പറയും, കൊല്ലംകാരി. അതിന് വേണ്ടുന്ന സാധനങ്ങൾ: ഇഞ്ചി, വെളുത്തുള്ളി, കറിവേപ്പില, കൊച്ചുള്ളി ഇല്ലാത്തതുകൊണ്ട് നമ്മൾ സവാള ഇട്ട്, പിന്നെ അതുകൊണ്ട് തക്കാളി, മുളക്. ചട്ടി അടുപ്പത്തമ്മ വെച്ച് നമ്മളിത് പൊന്നാര മീനാണ്, അത് കിളിമീൻ എന്ന് പറയും. അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വെളുത്തുള്ളി, ഇഞ്ചി, കറിവേപ്പില, പിന്നെ തക്കാളി, ഉള്ളി, മുളക്. ഇത് കാന്താരി മുളകാണ് നമ്മളെടുത്തേക്കുന്നത്. ചട്ടി അടുപ്പത്ത് വെച്ച് എണ്ണ ഒഴിച്ചു. അമ്മ കടുകിട്ട്, കടുക് പൊട്ടും, വറ്റൽ മുളക്, ഇനി നമുക്ക് വെളുത്തുള്ളി, ഇഞ്ചി, ഉള്ളി, കൊച്ചുള്ളി തീർന്നു പോയി, അങ്ങനെ ഞങ്ങൾ വലിയുള്ളി ഇട്ട് അഡ്ജസ്റ്റ് ചെയ്ത്. കുരുമുളക്, കാന്താരി മുളക്. കാന്താരി മുളക് എന്തൊരു BP പറയുമോ എന്തോമ്മ, അങ്ങനെയൊക്കെ പറയുമല്ലോ. പിന്നെ തക്കാളി, കറിവേപ്പില എല്ലാം കൂടെ ഇട്ട് വരണ്ട് ചുവന്ന് വരണം. അമ്മയ്ക്ക് പാചകങ്ങളൊക്കെ ഞാനാ പഠിപ്പിച്ചു കൊടുക്കുന്നത്. അരപ്പിന് വേണ്ടിയിട്ടുള്ള മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, പിന്നെ കുരുമുളക് ഉണ്ട്. ഇവിടെ എല്ലാ കറിക്കും കുരുമുളക് ചേർക്കും. ഉള്ളിക്കറിക്ക് വരെ ഇവിടെ കുരുമുളക് ചേർക്കും. ഇവിടെ അതെന്തോ ഉലുവാപ്പൊടി. എല്ലാം കൊണ്ട് മിക്സിയിലിട്ട് അരച്ചെടുക്കുവേ. ഏകദേശം ഉള്ളി വാടി വന്നു. ഉള്ളി ഇതെല്ലാം വാടി വന്നു നമ്മൾ. എന്നിട്ട് അരപ്പൊഴിച്ചു കൊടുക്കും. പിന്നെ മുളക് പൊടി, മല്ലിപ്പൊടി എല്ലാം വറുത്ത മല്ലിപ്പൊടി, മുളക് പൊടി എങ്ങാണ്ടാണ് വറുത്ത് പൊടിച്ചത്. ഇനി നമ്മളിത് തിളയ്ക്കണം. ഇനി ഉപ്പിടണം. ഉപ്പും കൂടി ഇടും. എനിക്കിങ്ങനെ ട്രഡീഷണൽ ഫുഡിൻ്റെ കൂടുതൽ നോർത്ത് ഇന്ത്യൻ ഫുഡും ചൈനീസ് ഫുഡുകളാണ് ഇഷ്ടം. ഉള്ളി മാഗി ഉണ്ടാക്കാനൊക്കെ സിമ്പിളല്ലേ, ഇത് സമയം എടുക്കും, ക്ഷമ വേണം. അടച്ചു വെക്കണ്ടേ അമ്മ? ഉപ്പിട്ട്. ഇനി നമുക്ക് പുളിവെള്ളം. ഇത് പുളിമുളകും കറിയാണ് വെക്കുന്നത്. ഈ മീൻ ഇങ്ങനെ വെച്ചാലേ കൊള്ളാവൂ എന്നാണ് അമ്മ പറയുന്നത്. എനിക്ക് വറുക്കുന്നതാണ് ഇഷ്ടം. പക്ഷെ മീനിന്റെ വില കാരണം വറുപ്പ് ഇവിടെ നിർത്തി. എണ്ണയുടെ അമ്മ എനിക്കൊരു ഫോൺ വന്ന് അങ്ങനെ പോയി. അമ്മ ഇത് മീനിട്ട്. ഇത് എന്നും ഈ വീട്ടിലുള്ള സാധനം. വഴുതണങ്ങ വിരിക്ക് ഇവിടെ ഇഷ്ടം പോലെ ഉണ്ട്. അതുകൊണ്ട് എന്നും ഇത് കാണും. കിളിമീൻ. ഇത് മന്ദംകോരയോ? മന്ദംകോരയെന്ന് നമ്മൾ പറയും, കൊല്ലംകാരി. അതിന് വേണ്ടുന്ന സാധനങ്ങൾ: ഇഞ്ചി, വെളുത്തുള്ളി, കറിവേപ്പില, കൊച്ചുള്ളി ഇല്ലാത്തതുകൊണ്ട് നമ്മൾ സവാള ഇട്ട്, പിന്നെ അതുകൊണ്ട് തക്കാളി, മുളക്. ചട്ടി അടുപ്പത്തമ്മ വെച്ച് നമ്മളിത് പൊന്നാര മീനാണ്, അത് കിളിമീൻ എന്ന് പറയും. അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വെളുത്തുള്ളി, ഇഞ്ചി, കറിവേപ്പില, പിന്നെ തക്കാളി, ഉള്ളി, മുളക്. ഇത് കാന്താരി മുളകാണ് നമ്മളെടുത്തേക്കുന്നത്. ചട്ടി അടുപ്പത്ത് വെച്ച് എണ്ണ ഒഴിച്ചു. അമ്മ കടുകിട്ട്, കടുക് പൊട്ടും, വറ്റൽ മുളക്, ഇനി നമുക്ക് വെളുത്തുള്ളി, ഇഞ്ചി,
ഉള്ളി, കൊച്ചുള്ളി തീർന്നു പോയി. അങ്ങനെ ഞങ്ങൾ വലിയുള്ളി ഇട്ട് അഡ്ജസ്റ്റ് ചെയ്ത് ഇത് കാന്താരി മുളക് എന്തിനു BP പറയുമോ എന്തോമ്മ അങ്ങനെയൊക്കെ പറയുമല്ലോ. പിന്നെ തക്കാളി, കറിവേപ്പില എല്ലാം കൂടെ ഇട്ട് വരണ്ട് ചുവന്ന് വരണം. അമ്മയ്ക്ക് പാചകങ്ങളൊക്കെ ഞാനാ പഠിപ്പിച്ചു കൊടുക്കുന്നത്. അരപ്പിന് വേണ്ടിയിട്ടുള്ള മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, പിന്നെ കുരുമുളക് ഉണ്ട്. ഇവിടെ എല്ലാ കറിക്കും കുരുമുളക് ചേർക്കും. ഉള്ളിക്കറിക്ക് വരെ ഇവിടെ കുരുമുളക് ചേർക്കും. ഇവിടെ അതെന്തോ ഉലുവാപ്പൊടി എല്ലാം കൊണ്ട് മിക്സിയിലിട്ട് അരച്ചെടുക്കുവേ. ഏകദേശം ഉള്ളി ഇതെല്ലാം വാടി വന്നു നമ്മളെ. എന്നിട്ട് അരപ്പൊഴിച്ചു കൊടുക്കും. പിന്നെ മുളക് പൊടി മല്ലിപ്പൊടി എല്ലാം വറുത്ത മല്ലിപ്പൊടി മുളക് പൊടി എങ്ങാണ്ടാണ് വറുത്ത് പൊടിച്ചത്. ഇനി നമ്മളിത് തിളയ്ക്കണം. ഇനി ഉപ്പിടണം. ഉപ്പും കൂടി ഇടും. എനിക്കിങ്ങനെ ട്രഡീഷണൽ ഫുഡിൻ്റെ കൂടുതൽ നോർത്ത് ഇന്ത്യൻ ഫുഡും ചൈനീസ് ഫുഡുകളാണ് ഇഷ്ടം. ഉള്ളി മാഗി ഉണ്ടാക്കാനൊക്കെ സിമ്പിളല്ലേ. ഇത് സമയം എടുക്കും, ക്ഷമ വേണം. അടച്ചു വെക്കണ്ടേ അമ്മ? ഉപ്പിട്ട്. ഇനി നമുക്ക് പുളിവെള്ളം. ഇത് പുളിമുളകും കറിയാണ് വെക്കുന്നത്. ഈ മീൻ ഇങ്ങനെ വെച്ചാലേ കൊള്ളാവൂ എന്നാണ് അമ്മ പറയുന്നത്. എനിക്ക് വറുക്കുന്നതാണ് ഇഷ്ടം. പക്ഷെ മീൻ്റെ വില കാരണം വറുപ്പ് ഇവിടെ നിർത്തി. എണ്ണയുടെ അമ്മ എനിക്കൊരു ഫോൺ വന്ന് അങ്ങനെ പോയി. അമ്മ ഇത് മീനിട്ട്. ഇത് എന്നും ഈ വീട്ടിലുള്ള സാധനം. വഴുതണങ്ങ വിരിക്ക് ഇവിടെ ഇഷ്ടം പോലെ ഉണ്ട്. അതുകൊണ്ട് എന്നും ഇത് കാണും. മീൻകറി റെഡിയായി. ഇതിന്ന് ഞാൻ കോരി തിന്നു കേട്ടോ. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ കഴിച്ച്